ഓരോ കാലത്തും ഓരോ സമയത്തും ഷൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കൊപ്പം എപ്പോഴും എന്തെങ്കിലും ഒരു ഇപ്പൊ 3-4 നിലയുടെ മുകളിൽ നിന്ന് 2-ാം നിലയുടെ പൂളിലേക്ക് ചാടി ഓടി എന്ന് പറയുമ്പോൾ അതും ഒരു എന്റർടൈനിങ്. രാവിലെ മുതൽ ആൾക്കാർക്ക് സംസാരിക്കാനും ചിരിക്കാനും ചിന്തിക്കാനും. അതും കൂടി ചോദിക്കാനായിരുന്നു അന്ന് ഓടി കോക്ക്പിറ്റ് കയറി അതിനും കൂടി ചോദിക്കാനായിരുന്നു. പിന്നെ കയറി വയ്ക്കുന്ന അവര് ബോഡി വേണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കപ്പ് കാപ്പി കിട്ടും. തെലുങ്ക് ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ളതും ബാലയ്യ സാർ. പുള്ളി ഷോട്ട് കഴിഞ്ഞാലും അവിടെ ഒരു ഷെയറിലിട്ട് ഒരു സ്പീക്കറും ഉണ്ടാവും. പുള്ളിയുടെ അച്ഛൻ്റെ കാലത്തെ പടങ്ങൾ അതിങ്ങനെ പ്ലേ ചെയ്ത് കാണിച്ചിരും. ഇന്ത്യ സീനോ ഇന്ത്യ. നമ്മളൊരു പരിപാടി ചെയ്യുമ്പോൾ ഓവർ ഹിയർ ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ ഈസി. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അതിലേറ്റവും അതിശയം എൻ്റെ ഡാഡിയും വരെ വന്നിട്ടുണ്ടായിരുന്നു. ഡാഡിക്കാണെങ്കിൽ തെലുങ്ക് അറിയില്ല, ബാലയ്ക്ക് മലയാളം അറിയില്ല. ഇവർ നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിക്കും. പല ലൊക്കേഷനിലും ഡാഡിയും വരുമ്പോൾ അങ്ങനെ ഡാഡിയും വരണം. 43 വയസ്സായില്ല എനിക്ക്. അപ്പോഴും ഡാഡിയും മമ്മിയൊക്കെ ലൊക്കേഷനിൽ സ്കൂളിൽ കൊണ്ടാക്കണ പോലെ കൊണ്ടായിരുത്തി ഇങ്ങനെ കാത്തിരിക്കുക. ഡാഡി ഇല്ലാത്തൊരു ക്രിസ്മസ് വരിക അല്ലേ? അങ്ങനല്ല, ഡാഡി ഇല്ലാത്ത ഓരോ ദിവസവും എല്ലായിടത്തും ഡാഡിനെ മിസ് ചെയ്യും. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണം മമ്മിക്കാണ് ഡാഡീനെ. അത് കാരണം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി അപ്പം വിളിക്കും, എടാ ഇവിടെ എത്തി, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ.